സുപ്രീം കോടതിയുടെ 13-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് ബേല ത്രിവേദിയും അതോടെ SC ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ കേസ് പരിഗണിക്കും. 62-ാമത്തെ കേസായിട്ടാണ് സിദ്ദിഖിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നത്. ഇപ്പോൾ 42-ാമത്തെ കേസ് പരിഗണിക്കുന്ന ഒരു ഘട്ടമാണ്. ഏതായാലും ഇന്ന് തന്നെ ഈ സിദ്ദിഖിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ സിദ്ദിഖിന് കീഴടങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിൻ്റെ SP മെറിൻ ജോസഫ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ അവർ സുപ്രീം കോടതിയിലെത്തിയിട്ടുമുണ്ട്. അഭിഭാഷകനോടൊപ്പമാണ് അവർ സുപ്രീം കോടതിയിലെത്തിയത്. മാത്രമല്ല മുതിർന്ന അഭിഭാഷകയായ ഐശ്വര്യ ഭട്ടിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത്. അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ മകൻ ഷഹീൻ ഡൽഹിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ സുപ്രീം കോടതിയിൽ വന്നിരുന്നു. അഭിഭാഷകനോടൊപ്പമാണ് വന്നത്. അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകയായ വൃന്ദ ഗ്രോവറാണ്. ഏതായാലും അല്പസമയത്തിനകം കേസ് പരിഗണിക്കും എന്ന് തന്നെ ഉള്ള വിവരമാണുള്ളത്. സംസ്ഥാന സർക്കാർ വളരെ ഉറച്ച നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും കോടതിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം SP ഇവിടെ എത്തുകയും അത് അഭിഭാഷകയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതേസമയം സിദ്ദിഖിൻ്റെ അഭിഭാഷകരും, അതായത് മുകുൾ റോത്തഗിയായിരിക്കും സിദ്ദിഖിന് വേണ്ടി ഹാജരാകുന്നത് എന്നാണ് പറയുന്നത്. വളരെ പഴക്കം ചെന്ന ഒരു പരാതിയാണ്, 8 കൊല്ലം മുമ്പ് നടന്ന ഒരു പരാതിയാണ് ഇപ്പോൾ പൊങ്ങി വരുന്നത്. മാത്രമല്ല ഏറെ ഗുരുതരമായ ഒരു ആരോപണം അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിൽ തന്നെ ബലിയാടാക്കുന്നു എന്നുള്ളൊരു പുതിയൊരു വാദം കൂടി ഇപ്പോൾ സിദ്ദിഖ് കൊണ്ടുവന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ഇത് എത്രത്തോളം സുപ്രീം കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. 2 തടസ്സ ഹർജി കൂടി സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ സാധാരണ ബലാത്സംഗ കേസുകളിൽ 3 കക്ഷികൾ മാത്രമാണുള്ളത്, അതായത് അതിജീവിത, അതോടൊപ്പം തന്നെ സ്റ്റേറ്റും, അതോടൊപ്പം തന്നെ പ്രതിപട്ടികയിൽ ഉള്ള ആൾ അല്ലെങ്കിൽ പ്രതിയായിട്ടിരിക്കുന്ന ആളും. ഇവിടെ ഇപ്പോൾ പുറത്തുനിന്നുള്ള 2 പേർ കൂടി ഇപ്പോൾ തടസ്സ ഹർജി നൽകിയിരിക്കുന്നു. 2 വ്യക്തികൾ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രത്തോളം അത് പരിഗണിക്കും എന്നറിയില്ല. ഡൽഹിയിൽ നിന്നും അല്പസമയത്തിനകം ഹർജി പരിഗണിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, നമസ്കാരം. അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുകയാണ്. വിവിധ വാദമുഖങ്ങൾ നിരത്താനാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകന്റെ ശ്രമം എന്നറിയുന്നു. ഒപ്പം വളരെ ശക്തമായി തന്നെ സർക്കാർ എതിർഭാഗത്ത് നിൽക്കുന്നുണ്ട് പരാതിക്കാരിയുടെ അഭിഭാഷകൻ. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും ശ്രദ്ധേയമായത് സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി തന്നെയാണ്. അതിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കേരളം സാഗൂതം നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിവരങ്ങളൊന്നുമില്ല. പോലീസ് പല ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം. അതിനപ്പുറം സിദ്ദിഖിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു സാവകാശം പോലീസ് നൽകിയെന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. ഏതായാലും ഇതുവരെയും സിദ്ദിഖിനെ പോലീസ് കണ്ടെത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിൽ അല്പസമയത്തിനകം ഈ ജാമ്യ ഹർജി വരികയും ചെയ്യും. അതിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. അതിൽ ഒരു പക്ഷേ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ സിദ്ദിഖിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? സിദ്ദിഖിന് സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ സിദ്ദിഖ് കീഴടങ്ങാനുള്ള സാധ്യതകളാണ് ഈ ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ മുമ്പിലുള്ളത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സിദ്ദിഖ് എവിടെയാണ് കീഴടങ്ങുക? അതിൽ 2 സാധ്യതകൾ. ഒന്ന് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ. തിരുവനന്തപുരത്താണെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, വഞ്ചൂർ കോടതി, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ്. കൊച്ചിയിലാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഓഫീസ്. അവിടെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHOയും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ തന്നെ ഒരാഴ്ചയായി തുടരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുൻപാകെ കീഴടങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കൂടുതലായിട്ടും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തി ഈ നഗരമധ്യത്തിലെത്തി കീഴടങ്ങുക. അപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടറിയും. അതെ, ശരിയാണ് കൃഷ്ണൻ. രാഗിൻ ചേരുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിന് മുന്നിൽ നിന്നും. രാഗിൻ, കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഉള്ള ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടോ? അത്തരത്തിൽ ഒരു നീക്കമുള്ളതായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? അന്വേഷണ സംഘം ഓഫീസിന് മുന്നിൽ അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട പോലീസോ മറ്റോ ഉണ്ടോ? അന്വേഷണ സംഘത്തിന്റെ ഒരു ടീം, മ്യൂസിയം പോലീസിലെ ഒരു ടീം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസമായി അവർ ഇവിടെയുണ്ട്. പക്ഷേ സിദ്ദിഖ് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ആർക്കും ഇല്ല. ഇവിടെ കീഴടങ്ങാനുള്ള സാധ്യത
സാധ്യത മാത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും മറ്റിടങ്ങളിലുമൊക്കെ ഉണ്ട്. അതിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഏറ്റവും പ്രധാനമായും എന്താണ് എന്ന് അറിയണം. ജാമ്യം ലഭിച്ചാൽ സിദ്ദിഖിന് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ജാമ്യം തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനാരിയോ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അക്യൂസ്ഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ ഒളിവിൽ പോയി. സുപ്രീം കോടതി ജാമ്യം തള്ളുകയാണെങ്കിൽ നിയമത്തിന് വിധേയമാകേണ്ടി വരും എന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകരടക്കം നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ. അതായത് കീഴടങ്ങുക എന്നതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ മുന്നിലുള്ള ആക്ഷൻ പ്ലാൻ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ 7 ദിവസമായി ഒളിച്ചു കളിച്ചുള്ള നിലപാടാണ് SIT സ്വീകരിച്ചത്. കാരണം ആ ഘട്ടത്തിൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ പിന്നീട് പുറകെ പോകുന്ന ഒരു നടപടിയാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിശബ്ദത പാലിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കേസെത്തുമ്പോൾ കേവലം സിദ്ദിഖിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുക മാത്രമായിരിക്കില്ല ഒരുപക്ഷെ സുപ്രീം കോടതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തുമോ, സർക്കാർ സ്വീകരിച്ച നിശബ്ദത സുപ്രീം കോടതിയും ചൂണ്ടിക്കാട്ടുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ SITയും അതോടൊപ്പം തന്നെ സിദ്ദിഖും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരസ്പരമുള്ള ഒളിച്ചുകളിക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാകുമോ ഇന്ന് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. ശരി, പിന്നിൽ അരുൺ ശങ്കർ ഒപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ സിദ്ദിഖിന്റെ ആലുവയിലെ വീടിന് മുന്നിൽ നിന്നും. അരുൺ ശങ്കർ, ആലുവയുടെ വീടിന് മുന്നിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ ആളനക്കമുണ്ടോ? എന്തെങ്കിലും സാന്നിധ്യം, ബന്ധുക്കളോ മറ്റോ ഉള്ളതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ ആളനക്കമില്ല. ആളനക്കം എന്ന് പറയുന്നത് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. ജീവനക്കാർ, ഈ വീട്ടുജോലിക്കാരൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് വീട്ടിൽ ആരുടെയും സാന്നിധ്യം നമ്മൾ കണ്ടിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ മുതൽ ഈ വീട് മാധ്യമപ്രവർത്തകരുടെ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ബന്ധുക്കളായിട്ടുള്ളവരൊന്നും പുറത്തേക്ക് വന്നില്ല. സിദ്ദിഖിന്റെ മകൻ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പോലീസ് ഒളിച്ചുകളി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സിദ്ദിഖിന് 2 വീടുകളാണുള്ളത്. ഒന്ന് ഇതാണ് കുട്ടമശ്ശേരിയിൽ, രണ്ടാമത്തെ പടമുകൾ. ഈ 2 വീടുകളിലേക്കോ പോലീസിനെ അയക്കാൻ ഈ ഹൈക്കോടതി ജാമ്യ അപേക്ഷ വിധി ഉത്തരവ് പറയുന്ന ദിവസം പോലീസ് തയ്യാറായില്ല. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല. അതുതന്നെയാണ് സിദ്ദിഖ് ഇത്രയും ദിവസം മാറി നിൽക്കാൻ ഇടയാക്കിയത്. അല്ലാത്ത പക്ഷം സിദ്ദിഖിനെ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ അക്കാര്യത്തിലൊരു ഒളിച്ചുകളി സംസ്ഥാന പോലീസും അതോടൊപ്പം തന്നെ സിദ്ദിഖ് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ മകൻ തന്റെ സുഹൃത്തുക്കളെ പോലീസ് അനാവശ്യമായി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഈ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത് തങ്ങൾക്ക് നോട്ടീസ് നൽകി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോലീസ് വിളിപ്പിച്ചത്. സിദ്ദിഖ് ഈ പുറത്തേക്ക് പോയി ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. അത് തീർക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളെ വിളിപ്പിച്ചതെന്ന് പറയുകയുണ്ട്. അത്തരത്തിലുള്ള ചില നടപടികൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് മാത്രം. അരുൺ ശങ്കർ, ഏതായാലും വളരെ പ്രഹസനം എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നല്ലാതെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഈ ഘട്ടം വരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും.